അടിപൊളിയായിട്ടുണ്ട് പടം. നല്ലൊരു ഹോളിവുഡ് മേക്കിങ്ങിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ടോവിനോ ശരിക്കും അടിപൊളിയായിട്ട് നമുക്കൊരു നന്നായിട്ട് സസ്പെൻസ് ആയിട്ട് തോന്നും. മൊത്തം പടം നമ്മൾ ഇങ്ങനെ എന്താണ് അടുത്ത് സംഭവിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായിട്ടാണ്. എന്താണ് അതെ അതെ അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. അതായത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ എലിമെന്റ്സ് നമുക്ക് പടം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഫുൾ സസ്പെൻസും ത്രില്ലറും ഫൈറ്റും എല്ലാം കണ്ടിരിക്കേണ്ട മൂവിയാണ്. എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന പടമാണ്. നിങ്ങളെല്ലാവരും പോയി കാണണം. ഇതിൽ ഈ ഒരു വലിയ പടത്തിൽ ചെറിയൊരു റോള് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. ഒരു പക്ക ത്രില്ലറാണ്. എല്ലാവരും പോയി കാണുക. താങ്ക് യു സോ മച്ച്. എന്തോ ഫോറൻസിക്സ് അത് വേറൊരു പടമാണ് ആക്ച്വലി. ഇതും രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതി എടുത്ത പടങ്ങളാണ്. ബട്ട് ഇതും ഒബ്വിയസ്ലി ടെക്നിക്കൽ വൈസ് ബാക്കിയുള്ള മേക്കിംഗ് രീതിയിലൊക്കെ എന്തായാലും മുന്നോട്ടുള്ള പടമാണ്. സോ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. മ്യൂസിക് വൈസ് ആണെങ്കിലും ആർട്ട് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ എല്ലാം അഭിനയം കൊണ്ടും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തൊരു പടമാണ്. എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം. എന്നാലേ നിനക്കത് മനസ്സിലാവുള്ളൂ. പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ത്രില്ലർ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഐഡൻറ്റിറ്റി ഒരു ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വന്ന് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പക്ഷേ കുറച്ച് ഓവർ കൺഫ്യൂസിങ് പോലെ തോന്നിയെങ്കിലും ക്ലൈമാക്സോടനുബന്ധിച്ച് സ്റ്റൈലിഷ് ആയിരുന്നു. എടുത്തു പറയേണ്ടത് ജെയ്സ്പിയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. സൗണ്ട് മിക്സിങ് ഒരു സീൻ അലോയിറ്റ് ചെയ്യാൻ നല്ല ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒരു ആക്ഷൻ സീക്വൻസ് ഒരു എയ്റോപ്ലെയിനുള്ളത് മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരാത്തത് നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. കൺവിൻസിങ് ആയിരുന്നു. CG ആണെങ്കിലും. സോ ടോവിനോ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ക ഒരു സ്റ്റൈലിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. എന്തായാലും പൈസ ഹൗസിലായിട്ട് എനിക്ക് തോന്നി. ബെസ്റ്റ് ഫിലിം എന്ന് പറയാം. ഒരു സൂപ്പർ സ്റ്റാർ പട്ടിൽ പോകാൻ സാധ്യതയില്ല. ഇത് മാർക്കോട് അതേ ലെവലിൽ വരാൻ സാധ്യതയില്ല. നല്ല കണക്ഷൻ നേടും. ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റാണ്. ത്രില്ലറാണ്. ആക്ഷൻ ഉണ്ട്. വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ. ഫാമിലി കാണാൻ പറ്റും. എല്ലാം കൊണ്ട് നല്ലത് എൻ്റർടൈനർ. മറ്റേ അച്ഛനവിടെ ശക്തമായി തിരിച്ചു വരിക. മറ്റേ തൃശ്ശാണ് ചെയ്തിട്ടുണ്ട്. ടോവിനോടെ കരിയർ രാജാവിന് വന്ന് ലാലറ്റ് സൂപ്പറായ പോലെ അല്ലെങ്കിൽ മാർക്കോട് ഒന്നുകൂടി വന്ന പോലെ ഈ വർഷത്തോടെ ടോവിനോ ഒരു സൂപ്പറാൻ സാധ്യതയില്ല. ടോവിനോ വാസ് ഗുഡ്. തൃഷ ചെയ്യേണ്ട മാത്രം ക്യാരക്ടർ ഉണ്ടോയെന്ന് തോന്നിയില്ല. തൃഷ വാസ് ഗുഡ്. ബട്ട് സംതിങ് ബിഗ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ മാത്രം ഒരു നെക്ക് അടിച്ചു. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ മേക്കിംഗ് വൈസ് സ്റ്റൈലിഷ് മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 20 മിനിറ്റ്സ് ഓസമാണ്. സോ ഡു വാച്ച്.